നികത്താൻ പറ്റാത്തൊരു വിട ഉണ്ടാക്കിയിട്ടാ ജോണിക്കുട്ടി അന്നങ്ങ് പോയത്. പക്ഷെ ഇന്ദുവിന് വേണ്ടി എനിക്ക് വേണ്ടി ഇന്ദുവിനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാതെ തരമില്ലായിരുന്നു. വലിയ സങ്കടത്തിനിടയിലും അങ്ങനെയൊരു തിരിച്ചു വരവിൻ്റെ സന്തോഷം എനിക്ക് തോന്നിയത് അന്ന ആ ദിവസം. എനിക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. കമ്പ്യൂട്ടറിലല്ലാത്ത സമയത്ത് വെറുതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ചെറുപ്പത്തിലുള്ള പാട്ടാ. എനിക്ക് നാളെ ഓഫീസിൽ ജോയിൻ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ആക്ച്വലി ഇന്ദുവിനോട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാനിരിക്കായിരുന്നു. SP-യുടെ പ്രോജക്റ്റ് ഞാനങ്ങ് തുടങ്ങി വെച്ചു. ബാക്കി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇന്ദു പൊക്കോളൂ. ഒരു സെക്കൻഡ്, കം വിത്ത് മീ. ഫ്യൂണറലിന് ഞാനുണ്ടായില്ല. സമയം കിട്ടാത്തത് കൊണ്ടല്ല, സത്യം പറഞ്ഞാൽ അന്ന് മുഴുവനും ഫ്രീ ആയിരുന്നു. വന്നാൽ തന്നെ എന്താ പറയേണ്ടെന്നും എങ്ങനെയാ പെരുമാറണമെന്നും എനിക്കറിയില്ല. വിഷമിക്കരുതെന്ന് പറയാനും പറ്റില്ല, വിഷമിക്കണമെന്ന് പറയാനും പറ്റില്ല. വല്ലാത്ത സ്ട്രെയിൻ സിറ്റുവേഷനല്ലേ. നാളെ മുതലല്ലേ ഇന്ദു ജോയിൻ ചെയ്യുന്നേ? അതെ. അങ്ങനെയാണേ ഇന്ദു വീട്ടിൽ പോയിക്കോളൂ. ടേക്ക് റെസ്റ്റ്. താങ്ക് യു സർ. ഇന്ദു ഒരു സെക്കൻഡ്, ഇത് വെച്ചോളൂ. എന്താ ഇത്? വെച്ചോളൂ, കുറച്ച് കാശാ. വേണ്ട സർ. വാങ്ങിച്ചോളൂ, ഇറ്റ്സ് സാലറി. താങ്ക് യു. പിന്നെ സ്മിത്ത് ലൈൻ ബീച്ചത്തിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഐ വിൽ ഗെറ്റ് യു മോർ ഡീറ്റെയിൽസ്. Oh my God. ഒരു ചായ മേടിച്ചു തരും. വേണ്ടേ? ചേട്ടൻ ഇത്ര കാലം എവിടെയായിരുന്നു? 8 വർഷമായി. അറിയാമോ? വല്ല അറിയാമോ? രാവിലെ എണീറ്റപ്പോ അങ്ങ് പോയി, ആളില്ല. അങ്ങനെ പോകാൻ അറിയാല്ലേ? ഉഴുന്നോടെ കിട്ടും ഇവിടെ. എനിക്ക് നല്ലൊരു ഇടി വെച്ച് തരാൻ തോന്നുന്നുണ്ട്. ഉഴുന്നുവട എത്രയാ? 2 ഉഴുന്നുവട. യമുരേ മുറങ്ക യമുരേ മുരേ യുവണ്ടോ വണ്ടോ വാ യുവണ്ടോ വണ്ടോ യമുരേ മുറങ്ക യമുരേ മുരേ യുവണ്ടോ വണ്ടോ വാ യുവണ്ടോ. ജോണിക്കുട്ടി ഉണ്ടായിരുന്നേ ഇന്നൊരാഘോഷം തന്നെ നടന്നേനെ.
ചിലപ്പോഴന്നേ കോട്ടയത്ത് വന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി എല്ലാവർക്കും കുറേ തുണിയൊക്കെ വാങ്ങിച്ച് ഒരു സിനിമയും കണ്ട് ചിലപ്പം ചിലപ്പോ എത്ര പെട്ടെന്ന് അതൊക്കെ നടക്കാത്ത ആഗ്രഹങ്ങളായത്, ഇതൊരു അത്യാവശ്യമായത്. ആ, ഞാൻ വെറുതെ ഓരോന്നോർത്തൊക്കെ പറഞ്ഞതേ ഉള്ളൂ. തളർന്നു പോകരുത്. അന്യോന്യം തളരാതെ നോക്കേണ്ടതാ ഇനി നമ്മുടെ ജീവിതം. ഇന്നിപ്പം നമ്മൾ ഏതവസ്ഥയിലാണെന്ന് പറഞ്ഞാലും ഇതെനിക്കൊരു വലിയ സന്തോഷം തന്നെയാണ്. ആ, ഇത് ഇന്ന് 100 രൂപ മാത്രം മതി എനിക്ക് മാതാവിൻ്റെ കുരിശും തൊട്ടിലിടാൻ. ഇത് മോള് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക്. ആ, ഇത് ഉണ്ണിയുടെ മാമ വേണു, സർക്കിൾ ഇൻസ്പെക്ടർ ആക്കും. പാർവതിയുടെ നേരെ ഇളയത് പെരിയണ്ണ ഡെറാറോണിലെ ആക്കും. നേരത്തെ ചൊല്ലിയിരുന്നേനെ. அன்னைக்கு பொண்ணு பார்க்கறதுக்கு நானும் வரத்தான் இருந்தேன். ஆனால் அந்த சமயத்து ஒரு ஒஃபீஷியல் என்கேஜ்மெண்ட் வந்துபெட்டது. போலீஸில் அயലുള്ള குழப்பம் இதாக்கும். ஒரு குழப்பம் பிடிச்ச இடபாடு. மர்டரோ சூசைடோ அப்படி ஏதாவது ஆயிருக்கும் அல்லவா? ஓ, அப்படிയൊന്നുമില്ല. ஒருவேளை அது வரலாம். நம்ம கூட்டத்தில் போலீஸில் சேர்ந்தவ குறவு தானே? அப்படி வேணே சொல்லலாம். போனோரெல்லாம் மிக்கவாറും IAS ട്രൈ ചെയ്തിട്ട് IPS கிடைச்சவர்களாയിരിക്കും. எஸ் ஐ நோ. മറ്റുള്ളവ കൂടുതലും ക്ഷത്രിയാളും വൈശ്യാളുമായിരിക്കുമേ. ആനാ കാലം എത്ര പോയാലും ബ്ലഡിലുള്ളത് എങ്കും മാറ്റം വരാது. ബൈ ദ വേ, ഉണ്ണി എന്നുള്ള പേര് എപ്പടി വന്നത്? നമ്മ ഇടയിൽ അപ്പടി ഒന്നില്ലേ? வரப்போற மாப்பிளைக்கு என்ன இந்த மாதிரி பேரு வந்தேன்னு எல்லாரும் கேக்குறா. അത് പിന്നെ യവൻ പറഞ്ഞപ്പോൾ എവളിട്ട പേരാക്കും. എവള് സ്ഥിരമാ കൂപ്പിട്ട് അത് അപ്പടിയേ ആച്ച്. പിന്നെ നാങ്ങളും അത് പോതുന്ന് വെച്ചേ. ഉണ്ണിയും കണ്ണനും എല്ലാം ഒന്ന് തന്നെ. പക്ഷെ നാങ്കൾ കണ്ണൻ എന്ന് താൻ കൂപ്പിടും. ദാറ്റ് ഈസ് ഡിസൈഡഡ്. ഇപ്പൊ എല്ലാം മോഡേൺ താനേ. പേരിൽ എന്നാ കാര്യം? சாப்பாடுல என்ன காரியம்? ட்ரெஸ்ஸில் என்ன காரியம்? வந்து வந்து கல்யாண காரியத்துங்களேயும் ஒரு காரியம் இல்லாதாகும். அப்படித்தானே കാണുന്നത്. ஒரு அப்பா என்ற நிலையிலே நான் வாக்கு தரேன். எல்லா காரியங்களிலும் என்னோட பொண்ணு ஒரு பிராமண பொண்ணுதான். 100% ஒரு பிராமண பொண்ணு. வரட்டுமா? இந்த வீடு இருக்கும் இடம் എത്ര ഏരിയ കാണും? എല്ലാം കൂടെ 80 സെന്റ്. പിന്നെ ഇടമുള്ളത് പൊൻകുന്നത്തില് താനെ? ആ, അങ്ങ് ഒരു 25 ഏക്കർ. പിന്നെ പാർവതിയുടെ പേരിൽ ഒരു 12 ഏക്കർ വടക്കാഞ്ചെല്ലിരിക്കെ. ദൈവാധീനം കൊണ്ട് എല്ലാത്തിലെയും നല്ല വളക്കൂറുള്ള മണ്ണ്. இந்த வீடும் பரம்பும் உன்னிக்கு தான் உத்தேசிச்சிருக்கேன். ഞാൻ അന്ത ഉദ്ദേശത്തിലല്ലേ അല്ല, ചോദിച്ചത്. സ്വന്തത്താ. പിന്നെ ചോദിക്കുന്നതിൽ ഒന്നുമേ നിനക്കக்கூடாது. நான் கேட்டது உங்க பொண்ணுனே படியடிச்சு பிண்டம் வச்சிருந்தானല്ലോ. ஆனா இங்க பார்த்ததுனாலே ஒரு சர்ப்ரைஸ் ஆச்சு. நான் சொல்றதுலே ஒன்னும் நினைக்கிறது. நம்ம കുട്ടികളുടെ കല്യാണം നിശ്ചയിച്ച സ്ഥിതിക്ക് ചില കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴേ ഒരു ധാരണ വേണം. നമ്മുടെ എല്ലാം കാലം കഴിഞ്ഞാச்சு. எப்போ என்ன வேணுமோ ஆகலாம். നിങ്ങളുടെ കാലശേഷം உங்க பொண்ணோட சுமதலை யாரு ஏற்றெடுக்கும்னு நினைச்சிருக்கா? நீங்க என்ன சொன்னா அந்த சத்துப்போய பையனோட அப்பா உள்பட. வீடும் பரம்பு உங்களோட இஷ்டம் போல செய்யுங்கோ. எங்களுக்கு அது ஒரு பிரச்சனமே அல்ல. ஆனா உங்க பொண்ணு என்னோட பொண்ணுக்கும் மாப்பிளுக்கும் ஒரு பாதிதை ஆகக்கூடாது. ആവൂ, വെള്ളമുണ്ട്. ഞാൻ ചായ ഇട്ടോണ്ട് വരാം. ആ,
ഇനിയിപ്പോൾ അടിച്ചു വാരിട്ട് എന്താ മോളെ കാര്യം? ജപ്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ വരാൻ പറ്റുകയില്ല. ഇവിടെ വേറൊരു സാറേയും വേറൊരു ജോണിക്കുട്ടിയും നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുകയില്ല. പിന്നെ എല്ലാം അവസാനമായിട്ടൊന്ന് കാണാമല്ലോ, യാത്ര പറയാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാ. ഒരു കണക്കിന് നോക്കിയാ മത്തായിയോട് തന്നെ യാത്ര പറയുന്ന പോലെയായത്. അപ്പച്ചനോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വല്ലപ്പോഴും ഒരിക്കൽ ജോണിയുമായി വരുമായിരുന്നു എന്നല്ലാതെ ഒരു ബന്ധവും ഈ വീടുമായി എനിക്കില്ലായിരുന്നു താനും. പക്ഷെ എനിക്ക് മനസ്സിലാവും, ഞാൻ കൂടെയുണ്ട്. എനിക്കറിയാം, ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ചിലപ്പോ ഞാനത് താങ്ങുകയില്ലായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ വെച്ച് നടന്നിട്ടുള്ളതെന്നറിയാവോ? സാറാമ്മയുടെ അപ്പനെ ഞാൻ ആദ്യം കാണുന്നത് ഈ വീട്ടിൽ വെച്ചാ. മോളെ കെട്ടാൻ പോകുന്നു എൻ്റെ വീടും കാര്യങ്ങളും അന്വേഷിക്കാനുള്ള വരവായിരുന്നു അത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറുക്കൻ കാണലും. ഞാൻ അതിനു മുമ്പേ സാറാമ്മയുടെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ, അത് കണ്ടപ്പം മുതൽ എനിക്കിത് എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നാ. അവിടെ അപ്പനാന്നേലോ ഒരു കുഴിവെട്ടുകാരൻ്റെ എല്ലാ രൂപവും ഭാവവും ഉള്ള ഒരു 6-6.5 അടി പൊക്കവും കൊമ്പം മീശയൊക്കെ ഉള്ള ഒരു ഭീകര രൂപം. വന്ന ഉടനെ അടിമുടി എന്നെ ഒരു നോട്ടം. ആ നോട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തൊരു കുഴിവെട്ടി എന്നെ അതിനകത്ത് ഇടാൻ പോകുന്നു. ഞാൻ ദേ ഇവിടെ നിൽക്കുക. കാര്യം പറഞ്ഞാൽ മുറിക്കാത്ത അപ്പനും അമ്മയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ആകെ വിയർത്തൊരു പരുവായി. എന്നിട്ട് എന്നോടൊരു ചോദ്യമാണ്, എൻ്റെ മോളെ ഇഷ്ടമാണോ? അങ്ങേരുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പഴയ അറയും വാൽവ് തുറക്കത്തില്ലേ, അതുപോലുള്ള വച്ചയാ. ഞാനാകെ വല്ലാതായി. ഇഷ്ടമാണെന്ന് പറയണോ അല്ലെന്ന് പറയണോ ഒരു പിടിയില്ല. അങ്ങനെയുള്ള ചോദ്യം കേട്ടാൽ തോന്നും എന്തുത്തരം പറഞ്ഞാലും തട്ടിക്കളയൊന്ന്. അവസാനം അന്തോണീസ് പുണ്യാളിനെ മനസ്സിൽ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇഷ്ടമാണ്. പറഞ്ഞതും അങ്ങേരൻ്റെ അടുത്ത് വന്നു. യോ, ആ വരവ് കണ്ടപ്പോൾ ഞാൻ ഈശോ മറിയ ഔസേപ്പെ വിളിച്ചു പോയി. അപ്പോഴത്തേക്ക് അങ്ങേരെ എന്നെ ഒറ്റ കെട്ടിപ്പിടുത്തതാ. എന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീയും എൻ്റെ മോനാന്ന്. നേര് പറഞ്ഞ എൻ്റെ മോളെ അപ്പോഴാ എൻ്റെ ശ്വാസം നേരെ വീണത്. ആ പിന്നെന്താ ആ മുറി അവിടെ വെച്ചാ സാറ ജോണിക്കുട്ടിയെ പ്രസവിച്ചത്. അത് വേറൊരു കഥ. എല്ലാം ഓർക്കാനുള്ളതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോവുക. ഇതെൻ്റെ വല്യപ്പനായിട്ടുണ്ടാക്കിയ വീടാ. എൻ്റെ അപ്പനൊന്ന് കൊച്ചാ. അവരുടെ വിയർപ്പാ ഈ ഭിത്തിയും ചുവരുമെല്ലാം. അതെല്ലാം കൂടെ ഇനി കുറേ പേര് ചേർന്ന് വില കുറച്ചു പറഞ്ഞ് പിന്നെ കൂട്ടിപ്പറഞ്ഞ് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അവസാനം ഒന്നുമല്ലാതാകും. ഓർമ്മകളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഓർമ്മകൾ മാത്രമായി തീരും. കാരണവന്മാർ കഷ്ടപ്പെട്ടത്, പിന്നെ ഏതെങ്കിലും ഒരു പണക്കാരന് ഇഷ്ടമുള്ളത് എന്നാ വേണേ ചെയ്യാം. തൂമ്പുങ്കൽ തറവാട് പിന്നെ തീർന്നു. ഒരു കണ്ണി ജീവനോടെ ഇരിക്കുക. പക്ഷേ അത് ഞാനായിപ്പോയല്ലോ എൻ്റെ കർത്താവേ. അപ്പച്ച, സാധാരണ നല്ല തെളിവെള്ള, ഇതിപ്പോൾ മാറ്റിയിട്ട് 2-3 മാസമായി. ആ ഇതിൻ്റെ പടിയിൽ നിർത്തിയ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ കുളിപ്പിച്ചിരുന്നു. ഇപ്പോഴും ദാ ഈ വെള്ളത്തിലൊന്ന് കുളിച്ച് കയറുമ്പോൾ അമ്മ ദാ ഈ പടിയിൽ നിൽക്കുന്ന പോലൊരു തോന്നല. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ജീവിതത്തോട് ഇഷ്ടം തോന്നുന്നുണ്ടോ ഇപ്പോഴും? വെറുപ്പായിരുന്നു, ശത്രുവിനോട് തോന്നുന്ന വെറുപ്പ്. കുറേ നാളായി ഞാനും ജീവിതവും തമ്മിൽ ഒരു വടംവലി മത്സരം നടക്കുകയായിരുന്നു. 2 കൂട്ടരും അവനവൻ്റെ എല്ലാ ബലവും ഉപയോഗിച്ച് വാശിയോടെ. പക്ഷേ ആകെ ഒരു ജപ്തി നോട്ടീസ് മാത്രം കൈമുതലായിട്ടുള്ള ഈ കിളവനാണ് ഇനി ജീവിതത്തിലെ പ്രതീക്ഷ എന്ന് എന്തു പറഞ്ഞപ്പോൾ തീർന്നു. എല്ലാ മത്സരവും എല്ലാ വാശിയും. അപ്പോൾ പിടിവിട്ട് തോറ്റു കൊടുക്കുകയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. ജീവിക്കുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജീവിതത്തെ ജീവിതം കൊണ്ട് തന്നെ നേരിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ 2 പേരും.
ഇതൊരു തരം തമാശ തന്നെയല്ലേ? എനിക്കൊരപേക്ഷയുണ്ട്. അപേക്ഷയല്ല, ആവശ്യ. നിങ്ങളുടെ ആ വീട് അത് ജപ്തി ചെയ്യപ്പെടാൻ പാടില്ല. അതിൻ്റെ പുറത്തുള്ള എല്ലാ കടവും ഞാൻ കൊടുത്തു തീർക്കും. ആ, അത് അത് ശരിയാകല. ഔദാര്യമല്ല. മകൾക്കൊരു വീടില്ലാതാവുന്നത് ഒരച്ഛനും കണ്ടു നിൽക്കാനാവില്ല. അത് അവക്കുള്ളതാ. എൻ്റെ ഇന്ദുവിനോടുള്ള എൻ്റെ പ്രായച്ചിത്തം, ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത ജോണിയോടുള്ള പ്രായച്ചിത്തം. അത് ശരിയല്ല. അതുകൊണ്ടാ എൻ്റെ മകൾക്ക് ഞാൻ കൊടുക്കുന്ന വീതമായത് ആരും പറയരുത്. ആരും തോക്കുന്നോ ജയിക്കുന്നോ ഇല്ല. തോക്കുന്നെങ്കിൽ നമ്മളത് ഒന്നിച്ച, ജയിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളുടെ സ്നേഹമാണ്. എനിക്ക് എന്നതാ വിളിക്കേണ്ടെന്ന് പോലും അറിയത്തില്ല. ദേവാന്ന് വിളിക്കാം. ഒരുപാട് ഇഷ്ടമുള്ളവര് എന്നെ അങ്ങനെയാ വിളിക്കാറ്. തോറ്റത് മത്തായിയ. എൻ്റെ ദൈവം മാത്രമാണ് സത്യമെന്ന് വിശ്വസിച്ചിരുന്ന മത്തായി. എൻ്റെ ദൈവം ഇതുവരെ ഫോട്ടോയിലും കലണ്ടറുകളിലും വെന്തിങ്ങയിലുമൊക്കെ ആയിട്ട് ഒതുങ്ങിക്കിടക്കുകയായിരുന്നു, കുരുങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നു, ദേവാന്ന് വിളിച്ചോളാൻ അങ്ങേര് എന്നോട് പറഞ്ഞ നിമിഷമുണ്ടല്ലോ, ആ നിമിഷമാ ദൈവമെന്ന്. പിണക്കങ്ങൾ തോൽക്കുന്ന നിമിഷമാ ദൈവമെന്ന്. ഇപ്പോൾ ആ ദൈവത്തെ ആദ്യമായിട്ട് അനുഭവിച്ചപ്പോൾ ജീവിച്ചു തീർന്നിട്ടില്ല എന്ന് തോന്നുക. ഒരുപാട് പേരെ ദേവാന്ന് വിളിക്കാനുള്ളത് കൊണ്ട് ജീവിക്കണമെന്ന് തോന്നുക. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ ലേറ്റ് ആയത്? ലേറ്റ് അല്ലല്ലോ സർ. ഓക്കെ 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 ഓക്കെ. ഇന്ദു ഇന്നലെ പറഞ്ഞ ഹോം പേജിന്റെ ഐഡിയ ഉണ്ടല്ലോ, അത് ഞാൻ പല രീതിയിലിട്ട് നോക്കി. ഉഗ്രനായിരിക്കുന്നു. SBയുടെ ആൾക്കാർ ഇത് കണ്ടാൽ വളരെ ഇംപ്രസ്ഡ് ആവും. ഇനി അവരുടെ ഓർഡേഴ്സ് ഒക്കെ നമുക്കായിരിക്കും, ഉറപ്പാ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർ, പറയൂ പറയൂ. എനിക്കൊന്ന് ഉച്ചകഴിഞ്ഞ് ലീവ് വേണം. ചെറിയൊരു പനി പോലെ ഉണ്ട്. രാവിലത്തെ അർജന്റ് ജോലികളൊക്കെ തീർത്തിട്ട്. God, എന്താ സർ? എങ്ങനെ ഇത് പറയാൻ തോന്നി? ഞാനിവിടെ വളരെ എക്സൈറ്റഡ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഒന്ന് കേട്ട ഭാവം പോലും കാണിക്കാതെ അതും പറയാന്ന് വെച്ചാൽ ബാഡ് മാനേഴ്സ് ഇന്ദു, വെരി ബാഡ് മാനേഴ്സ്. അതും ഇതും അല്ല സർ, പനിയാണെന്നാ പറഞ്ഞേ. എങ്കിലും ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കാമായിരുന്നു. ഇതൊന്ന് പറയാൻ വേണ്ടി രാവിലെ 8 മണി മുതൽ ഞാൻ ഇവിടെ കാത്തിരിക്കുക. എന്നിട്ട് 10 മണിയായപ്പോ കയറി വന്നിട്ട്. അതല്ലേ സർ ഓഫീസ് ടൈം? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയുന്നതിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് കാണിക്കണമെന്നാ ഞാൻ പറയുന്നത്. ദാ നോക്കിയേ, ഇത്രയെങ്കിലും ഇൻട്രസ്റ്റ് കാണിക്കാമായിരുന്നു. ഇതൊരുമാതിരി കരുതി കൂട്ടി എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന കൂട്ടായി. ഇന്ദു, are you all right? Yes sir. Please, I'm all right. ഞാൻ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഈ കുട്ടിക്ക് I don't know. Are you all right? Yes, I'm all right. ഉറപ്പാണോ? Yes sir. എനിക്ക് അറിഞ്ഞൂടാ.